അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ വല്യുപ്പയുടെ അവസാന സമയങ്ങളിലൊക്കെ അദ്ദേഹം മരണപ്പെട്ടു, അല്ലാഹു മഗ്ഫിർ ലഹു. അവസാന സമയങ്ങളിലൊക്കെ ഈ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഓരോ ഡോക്ടർമാരുടെ അടുത്തേക്ക് ഇങ്ങനെ മാറി മാറി പോവുകയായിരുന്നു. അങ്ങനെ മഞ്ചേരിയിലുള്ള ഒരു യങ്സ്റ്ററായിട്ടുള്ള ഡോക്ടർ, ഒരു യുവ ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ അടുത്തായിരുന്നു അവസാന കാലങ്ങളിൽ കൂടുതലും പോയിരുന്നത്. അപ്പോൾ മറ്റു പല സീനിയർ ഡോക്ടർമാരെ അപേക്ഷിച്ച് ഇദ്ദേഹത്തെ എന്തുകൊണ്ട് ഉപ്പാക്ക് വളരെ ഇഷ്ടമായി, വല്യുപ്പാക്ക് വളരെ ഇഷ്ടമായി എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ സൗമ്യമായ പെരുമാറ്റമായിരുന്നു. മരുന്നുകളും കാര്യങ്ങളൊക്കെ എഴുതുന്നതിന് മുമ്പ് കൃത്യമായി കാര്യങ്ങൾ ചോദിച്ചറിയുന്നു, ആശ്വസിപ്പിക്കുന്നു, എഴുതുന്ന മരുന്നുകളൊക്കെ എന്തിനാണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ പ്രയാസങ്ങളൊക്കെ വരുന്നത് എന്ന് കൃത്യമായി സംസാരിക്കുന്നു, ഏറ്റവും പുഞ്ചിരിക്കുന്നു. അങ്ങനെയുള്ള ആ സൗമ്യമായ പെരുമാറ്റമാണ് പലപ്പോഴും എൻ്റെ വല്യുപ്പയെ അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചത്. അപ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ച പോയിൻ്റ് എന്ന് വെച്ചാൽ, ഇത്തരത്തിൽ ഡോക്ടർമാരായാലും ഏത് പ്രൊഫഷണൽ ആളുകളും അത് ഏറ്റവും നീതിപൂർവം അല്ലെങ്കിൽ ഇത്തരം സൗമ്യമായ പെരുമാറ്റത്തോടു കൂടിയൊക്കെ നിർവഹിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകുന്നു എന്നത് പറയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വിസ്ഡം സ്റ്റുഡൻസ് കഴിഞ്ഞ വർഷങ്ങളായി നടത്തിവരുന്ന ഇല്യൂമിന മെഡിക്കൽ സ്റ്റുഡൻസ് കോൺഫറൻസ് ഇത്തരത്തിലുള്ള നല്ല ഡോക്ടർമാരെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തിലാണ്. കൃത്യമായ ധാർമ്മിക ബോധവും ജനങ്ങളോടും ഈ നാടിനോടുമൊക്കെ കടപ്പാടുള്ള, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള, അതോടൊപ്പം അള്ളാഹുവിനെ പേടിയുള്ള നല്ല ഡോക്ടർമാരെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശത്തിൽ ഇല്യൂമിന മെഡിക്കൽ സ്റ്റുഡൻസ് കോൺഫറൻസ് 14ാമത്തെ ഇല്യൂമിനയാണ് നമ്മൾ സംഘടിപ്പിക്കാനിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഫെബ്രുവരി 15, 16 തീയതികളിൽ പെരിന്തൽമണ്ണയിൽ വെച്ചാണ് ഇല്യൂമിന മെഡിക്കൽ സ്റ്റുഡൻസ് കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്. നമ്മൾ ഇത് കേൾക്കുന്ന നമ്മൾ മെഡിക്കൽ വിദ്യാർത്ഥികളാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിലുള്ള മെഡിക്കൽ വിദ്യാർത്ഥികളെ ഈ ഒരു ഇല്യൂമിന കോൺഫറൻസിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.